വയനാട്ടിലെ ടൂറിസം കേന്ദ്രമായ കാരാപ്പുഴയിൽ കഴിഞ്ഞ ദിവസം കുറച്ച് മസിലളിയന്മാർ ഇറങ്ങി. കൽപ്പറ്റ ഫൈറ്റ് ക്ലബിലെ അംഗങ്ങളാണ് ലഹരി മുക്ത ക്യാമ്പയിന്റെ ഭാഗമായി കാരാപ്പുഴയിൽ ശരീര സൗന്ദര്യ പ്രദർശനം നടത്തിയത്. ശരീരം കരുത്തുറ്റതാകണമെങ്കിൽ ആരോഗ്യത്തെ ലഹരിയായി കാണണം എന്നാണ് ഇവർ പറയുന്നത്. കാരാപ്പുഴയിലെ വിനോദസഞ്ചാരികളുടെ തിരക്കിനിടയിൽ ഒരു കൂട്ടം മസിലന്മാർ എല്ലാവരും മസിൽ പിടിച്ച് പോസ് ചെയ്ത് നടക്കുന്നു. ആദ്യം ആളുകൾക്ക് കാര്യം എന്തെന്ന് മനസ്സിലായില്ല. ആളുകൾ കൂടി നിൽക്കുന്ന ഭാഗത്തായിരുന്നു മസിലളിയന്മാരുടെ ശരീര സൗന്ദര്യ പ്രദർശനം. കൽപ്പറ്റ ഫൈറ്റ് ക്ലബിലാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കാരാപ്പുഴയിൽ ശരീര സൗന്ദര്യ പ്രദർശനം സംഘടിപ്പിച്ചത്. ആരോഗ്യം തന്നെ ലഹരി എന്നതായിരുന്നു മുദ്രാവാക്യം. കരുത്തുള്ള ശരീരം വാർത്തെടുക്കണമെങ്കിൽ ലഹരി വസ്തുക്കളോട് നോ പറയാൻ തയ്യാറാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഇന്നത്തെ യുവതലമുറ ഈ ഡ്രഗ്സിനൊക്കെ ഒരുപാട് അടിമപ്പെട്ട് ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്ന നമ്മൾ ഡെയിലി പത്രങ്ങളിലും ടി വികളൊക്കെ കാണാറുണ്ട്. അപ്പം ആ യുവതലമുറക്ക് ജിമ്മുകളിലേക്ക് ആകർഷിക്കാനും അതേപോലെ തന്നെ ഫിറ്റ്നസിന് കൂടുതൽ താല്പര്യം കൊടുക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. വിനോദസഞ്ചാരികളും മസിലന്മാരുടെ കൂടെ ഫോട്ടോ എടുത്തും ഒപ്പം പോസ്റ്റ് ചെയ്തും പരിപാടി കളറാക്കി. സ്വന്തം ശരീരം തന്നെ ലഹരിയായാൽ ശരീരത്തെ തകർക്കുന്ന മറ്റൊന്നിനോടും താല്പര്യമുണ്ടാകില്ല എന്നാണ് ഈ യുവാക്കൾ ഓർമ്മപ്പെടുത്തുന്നത്. കാരാപ്പുഴയിൽ മാത്രമല്ല, വരും ദിവസങ്ങളിൽ മറ്റു തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് ഫൈറ്റ് ക്ലബിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ ചേർന്നു കൂടെ. ഗുഡ് മോർണിംഗ് കമൽ. ഈ ആരോഗ്യം ലഹരിയാണ് എന്ന് പറയുന്നത് അത് ശരിയാണ്. ഇന്നലെ കൂടി നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദീപനുമായി സംസാരിക്കുമ്പോൾ ദീപൻ പറഞ്ഞിരുന്നു, മോനെയൊക്കെ ജിമ്മിൽ വിടുന്നത് നല്ലതാണ്, കാരണം മറ്റ് ഭാഗത്തേക്കൊന്നും ഇവരുടെ ചിന്ത പോവാതെ ശരീര സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവും. ഞാനും കുറച്ചൊന്ന് പ്രായമായിരുന്നെങ്കിൽ മകനെ കൂടി കൊണ്ടുപോകാമായിരുന്നു. ദീപന് പ്രായമായെങ്കിലല്ല, മകന് പ്രായമായിരുന്നെങ്കിൽ അവനെ കൂടി ജിമ്മിലേക്ക് കൊണ്ടുപോകാമായിരുന്നു എന്ന് പറയുകയും ചെയ്തു കമൽ. ഗുഡ് മോർണിംഗ് മോത്തി. അത് വളരെ ശരിയാണ്. നമ്മൾ പലതരത്തിലുള്ള ക്യാമ്പയിനുകളും കണ്ടിട്ടുണ്ട്. ഈ വ്യത്യസ്തമായ ഒരു ക്യാമ്പയിൻ കണ്ടതുകൊണ്ട് തന്നെയാണ് നമ്മളത് വാർത്തയും തത്സമയ റിപ്പോർട്ടറിലൊക്കെ കാണിക്കുന്നത്. കാരണം അവർ പറയുന്ന മുദ്രാവാക്യം വളരെ റെലവന്റ് ആയി തോന്നി. കാരണം ശരീരത്തോട് ഒരു ലഹരി, ശരീര സൗന്ദര്യം ഒരു ലഹരിയാക്കിയാൽ ആ ശരീരത്തെ തകർക്കുന്ന അല്ലെങ്കിൽ ആ ശരീരം സൗന്ദര്യം ഇല്ലാതാക്കുന്ന മറ്റൊന്നിനോടും താല്പര്യം ഉണ്ടാകില്ല. അപ്പോൾ ഈ ലഹരി വസ്തുക്കളോടൊക്കെ താനെ ഒരു അകലം പാലിക്കും എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം. അത് വളരെ ഒരു ശരിയായ കാര്യമാണ്, അത് കൃത്യമായ കാര്യമാണ് എന്ന് നമുക്ക് കേട്ടപ്പോൾ തോന്നി. എന്തായാലും ഈ കുട്ടികളെയൊക്കെ ഇത്തരത്തിൽ ജിമ്മിലേക്കൊക്കെ ആകർഷിക്കുകയാണെങ്കിൽ മോത്തി പറഞ്ഞതുപോലെ തന്നെ വളരെ ഡെഡിക്കേറ്റായി ചെയ്യേണ്ട, അങ്ങനെ വളരെ ഇതായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ശരീര സൗന്ദര്യ സംരക്ഷണം എന്നത്. ജിമ്മിലൊക്കെ പോകുന്നവരെ നമുക്കറിയാം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു പോലീസിലെ സുമേഷിന്റെ ജീവിതമൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. കാരണം അത്രയും സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നു, ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടാകില്ല, അല്ലെങ്കിൽ അതിനോട് വിമുഖതയുണ്ടാകും എന്നുള്ളത് ഒരു ശരിയായ കാര്യമായി തോന്നി. എന്തായാലും ഇവർ ഈ ഒരു കാരാപ്പുഴയിലെ ശരീര സൗന്ദര്യ പ്രദർശനം കൊണ്ട് നിർത്തുന്നില്ല. കൂടുതൽ സ്ഥലങ്ങളിൽ, ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഒരു ക്യാമ്പയിൻ നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മുടെ സാധാരണ സർക്കാർ ഏജൻസികളൊക്കെ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഒരു കൂട്ടം യുവാക്കൾ തന്നെ ഇത്തരം ഒരു നല്ല കാര്യവുമായി ഇറങ്ങിയിരിക്കുകയാണ് വയനാട്ടിൽ.